കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സ്വതന്ത്രരായി മത്സരിച്ചെത്തിയവരെ തെരഞ്ഞെടുത്തതിൽ മുസ്ലിം ലീഗിൽ അതൃപ്തി. നേതൃത്വം ഒരു വിഭാഗത്തിനോട് മാത്രം ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുത്തത് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപം. ലീഗ് സംസ്ഥാന നേതൃത്വം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയുടെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് സ്വതന്ത്രരെ നിയമിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി മുസ്ലിം ലീഗിന് ഉണ്ടല്ലോ. എന്താണ് അവർ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്? അതോടൊപ്പം സംസ്ഥാന നേതൃത്വം ഇതിന്മേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം? നിലവിൽ ലീഗിനും ഒപ്പം തന്നെ കോൺഗ്രസിനും തുല്യ സീറ്റ് നിലയാണ്. 14 സീറ്റ് വീതമാണുള്ളത്. ഇതിൽ പ്രധാനമായും നിലവിലെ സീറ്റിലേക്ക് വരുമ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥികളെ മത്സരിച്ചത് 12 പേർ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. ബാക്കി 2 പേരാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത്. ഈ സ്വതന്ത്രമായി മത്സരിച്ച ഈ 2 പേരെയാണ് നിലവിൽ പാർട്ടിയുടെ, അതായത് ലീഗിന്റെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ലീഗ് നേതൃത്വം അവരെ ആ പദവികൾ വഹിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും പാർട്ടി ലീഡറും സ്ഥിരം സമിതി അധ്യക്ഷ പദവിയുമാണ്. ഷമീൽ തങ്ങളിനെ പാർട്ടി ലീഡർ ചുമതലയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കവിത അരുൺ എന്ന് പറയുന്ന വനിതയെ, ലീഗിന്റെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച വനിതയെ കവിത അരുണെ ഇത്തരത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷയുടെ പദവിയിലേക്കുമാണ് നിലവിൽ ലീഗ് നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലീഗ് ഉന്നതാധികാര സമിതി അംഗവും MLA കൂടിയായ MK മുനീറിന്റെ വസതിയിൽ ചേർന്ന ലീഗ് നേതൃത്വത്തിന്റെ യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ സ്വതന്ത്രരായ ഈ 2 പേർ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായത്. ഇതിൽ സംസ്ഥാന സെക്രട്ടറി KM ഷാജിയുടെ അടക്കമുള്ള മൗനാനുവാദമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ താക്കോൽ സ്ഥാനത്തേക്ക് വന്നത്. ഇതിൽ കടുത്ത എതിർപ്പുമായിട്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പ്രത്യേകമായ കൂടിയാലോചനകളൊന്നുമില്ലാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു ഇതെന്നാണ് ഈ ഒരു വിഭാഗത്തിന്റെ ആരോപണം. പ്രധാനമായും അവർ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 12 പേർ ലീഗിന് പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ച്, കോണി ചിഹ്നത്തിലാണ് മത്സരിച്ച് വിജയിച്ച് ഇത്തരത്തിൽ കോർപ്പറേഷനിലേക്ക് വന്നത്. അപ്പോൾ ഈ 2 പേർ സ്വതന്ത്രരായിട്ട് ഇത്തരത്തിൽ എത്തുകയും ചെയ്യുന്നു. അവർക്ക് പ്രധാനപ്പെട്ട ചുമതലകളും കൊടുക്കുന്നു. ഇതാണ് കടുത്ത അതൃപ്തിക്ക്, ലീഗിനുള്ളിൽ തന്നെ ഇപ്പോൾ കടുത്ത അതൃപ്തിക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇവർ ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായിട്ട് തന്നെ ഇത്തരത്തിലൊരു സമവായമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ തന്നെയാണ് ഈ ഒരു വിഭാഗം ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ പരാതികൾ അയച്ച് കാത്തിരിക്കുന്നത്. രോഹിണി, ശരി. ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.